ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബസിഡ് ചാനൽ. അപ്പോൾ നമ്മൾ എല്ലാവരും ഏറെ കാത്തിരുന്ന കേരള ട്രാഫിക് മോഡ് ടീം KBRന്റെ കേരള ട്രാഫിക് മോഡ് വേർഷൻ 5 അങ്ങനെ റിലീസ് ആയിരിക്കുകയാണ്. നമ്മുടെ ബസിഡ് വേർഷൻ 3.6.1 വേണ്ടിയുള്ള ട്രാഫിക് മോഡാണിത്. അപ്പോൾ നിങ്ങൾ ഗെയിം അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യമേ നിങ്ങൾ ഗെയിം പോയി അപ്ഡേറ്റ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന്. അപ്പോൾ വേർഷൻ 3.6 ശേഷം 3.6.1 എന്നും പറഞ്ഞൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബഗ് ഫിക്സ് അപ്ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വേർഷന് വേണ്ടിയുള്ള ട്രാഫിക് മോഡാണിത്. അപ്പോൾ നിങ്ങളുടെ ഗെയിം അപ് ടു ഡേറ്റ് ആണോ എന്ന് നിങ്ങൾ പോയി പ്ലേ സ്റ്റോറിൽ നിന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഗൈസ്, നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ചാനലിലെ 100ാമത്തെ വീഡിയോ ആണിത്. അത് മാത്രമല്ല, നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോയും ടീം KBRന്റെ തന്നെ ആയിരുന്നു. ടീം KBRന്റെ കേരള ട്രാഫിക് മോഡ് V1ന്റെ വീഡിയോ ആയിരുന്നു. ഇന്ന് നമ്മുടെ 100ാമത്തെ വീഡിയോയും എത്തി നിൽക്കുന്നത് ടീം KBRൽ തന്നെയാണ്. ടീം KBRന്റെ കേരള ട്രാഫിക് മോഡ് വേർഷൻ 5. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് വീഡിയോയും ടീം KBRന്റെ തന്നെ, 100ാമത്തെ വീഡിയോയും KBRന്റെ തന്നെ. അപ്പോൾ ഗൈസ്, എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ്, 100ന്റെ നിറവിൽ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഈ ഒരു ഗരാജ് തന്നെ നിങ്ങൾ കണ്ടില്ല, അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ ഒരു ഗ്ലോസി ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വെട്ടിത്തിളങ്ങുന്ന ഒരു ഫ്ലോർ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ടീം KBRന്റെ ലോഗോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ എൻ്റെ വണ്ടിയിൽ ടോപ്പ് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടോപ്പ് ലൈറ്റിലും അവർ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1-2 വീൽ കപ്പിനകത്തും അവർ അവരുടേതായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിലും ചേഞ്ചസ് ഉണ്ട്. ഒരു ZVEGA മോഡൽ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ടെയിൽ ലാമ്പിലും അവർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ ഡ്രൈവേഴ്സിന്റെ സെക്ഷനിലേക്ക് പോകാം. അവിടെ എന്തെങ്കിലും ചേഞ്ചസോ എല്ലാം വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം. എന്തായാലും നല്ല അടിപൊളി കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് ഒരുക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ബായു അണ്ണനെ തന്നെ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി കോസ്റ്റ്യൂം, ഒരു ടീഷർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്മാവൻ ഡ്രൈവറിനും ഒരു കളർഫുൾ അടിപൊളി ഷർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രീക്കൻ ചേട്ടനും ഒരു അടിപൊളി ഷർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി ഷൂസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ഡ്രൈവർ ചേച്ചിക്കും നല്ല അടിപൊളി കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുടിയിൽ ചെറിയ രീതിയിലുള്ള കളറിങ് നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ചെറിയ കളർ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡ്രൈവേഴ്സിന്റെ കോസ്റ്റ്യൂം. അതുപോലെ തന്നെ എല്ലാ ഡ്രൈവേഴ്സിനും മാസ്കും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, കൊറോണ ഒക്കെ ആയതുകൊണ്ട്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഗാരേജിലെത്തി ഒരു 5-10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിയുവാണെങ്കിൽ നമ്മുടെ ഗാരേജിൽ ഒരു മ്യൂസിക് പ്ലേ ആവുന്നതാണ്. നല്ല അടിപൊളി ഒരു റോക്കിംഗ് മ്യൂസിക്. അപ്പോൾ അതുകൂടെ നിങ്ങൾ കേട്ടിട്ട് പോവാം. ഓക്കെ. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ETS2 ഗാരേജിലൊക്കെ ഇതുപോലെ മ്യൂസിക് പ്ലേ ആവാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു മ്യൂസിക് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ മാപ്പിന്റെ സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ ഇതുപോലെയാണ് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ്, യെല്ലോ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും പുതിയ റൂട്ടിലെ ട്രെയിനിൽ വരുത്തിയേക്കുന്ന ചേഞ്ചസ് കാണണം. അതുകൊണ്ട് നമുക്ക് പുതിയ മാപ്പ് എടുത്ത് പോവാം. അപ്പോൾ നമ്മുടെ ലോഡിംഗ് പേജ് ഇതുണ്ട്, ഈ ഒരു രീതിയിലാണ്. കേരള ട്രാഫിക് V5 എന്നും ടീം KBRന്റെ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓൺ ഓഫ് ബട്ടണിനകത്തും ഗിയർ ചേഞ്ച് ചെയ്യുന്നതിനകത്തൊക്കെ ഒരു പിങ്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ ക്യാബിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്യാബിനകത്ത് ഒരു നിയോൺ ലൈറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിനകത്ത് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിന്റെ ഒക്കെ സീറ്റ് കവറിങ്ങും ആ ഒരു ഇന്റീരിയർ ഒക്കെ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ വെച്ചാണ് നമ്മുടെ ഡാഷ്ബോർഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ KBRന്റെ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ജയഗുരു ജിന്നിന്റെ ഒരു മിനിയേച്ചർ അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിനിയേച്ചറിനെ പറ്റി ഞാൻ പറയാം. അതിനു മുമ്പേ നമുക്ക് വണ്ടി ഒന്ന് സൈഡ് ആക്കാം. അല്ലെങ്കിൽ നമ്മൾ ഹോണൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എതിരെ നിൽക്കുന്ന ബസ്സുകളും തിരിച്ച് ഹോൺ അടിക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ വണ്ടി ഒന്ന് നമുക്ക് സൈഡ് ആക്കി ഇട്ടിട്ട് നമുക്ക് വണ്ടിയുടെ ബ്രേക്ക് സൗണ്ടും പിന്നെ ഓൺ ഓഫ് സൗണ്ട്, ഹോണുകളും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമുക്ക് ഓൺ ഓഫ് സൗണ്ടും പിന്നെ ഹാൻഡ് ബ്രേക്ക് പിന്നെ റിവേഴ്സ് സൗണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം. ഓക്കെ. ഇനി സ്റ്റിയറിംഗിലെ സെൻട്രലിലെ ഹോൺ നോക്കിയിട്ട് ബാക്കി ഹോണുകൾ നോക്കാം. ഓക്കെ. ഇനി നമുക്ക് എൻജിൻ സൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അതിനകത്ത് ഗിയർ ഷിഫ്റ്റിംഗ് സൗണ്ടും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വരാം.
അപ്പോൾ ഗൈസ് അതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ജയ്ഗുരു ജിന്നിന്റെ ആ ഒരു മിനിയേച്ചറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ഗരാജിനകത്ത് ക്യാബിനിൽ വെക്കാനുള്ള ആക്സസറീസിന്റെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് കൂളിംഗ് ഗ്ലാസ്, തൊപ്പി അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റിയിട്ടാണ് ഈ ഒരു ജിന്നെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂളിംഗ് ഗ്ലാസിന് പകരമായിട്ടാണ് ഈ ഒരു മിനിയേച്ചർ അവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു സൺഗ്ലാസ് ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ട്രാഫിക് മോഡ് ആഡ് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു മിനിയേച്ചർ എനിക്ക് അവിടെ വന്നു. ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മിനിയേച്ചർ ഉള്ള കാര്യം അറിയാണ്ട് പോയേനെ. അപ്പോൾ ഈ ഒരു മിനിയേച്ചർ നിങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു സൺഗ്ലാസിന്റെ ഓപ്ഷനിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു മിനിയേച്ചർ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ വലിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീൽ കപ്പിന്റെ സെക്ഷനിൽ വരുവാണെങ്കിൽ 1-2 വീൽ കപ്പ് ടീം KBR തന്നെ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗരാജിനകത്ത് 5ാമത്തെ ലിസ്റ്റിൽ കിടക്കുന്ന വീൽ കപ്പാണ് ഞാൻ ബാക്കിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു വീൽ കപ്പിൽ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രണ്ടിൽ ഇട്ടേക്കുന്നത് വീൽ കപ്പിന്റെ ആ ഒരു ലിസ്റ്റിനകത്ത് ആദ്യത്തെ വരുന്ന വീൽ കപ്പാണ്. അപ്പോൾ അതൊരു പ്രകാശ് മോഡൽ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഗൈസ് ദാണ്ട് ഇവിടെ കൊമ്പന്റെ യോദ്ധാവ് കിടപ്പുണ്ട്. പിന്നെ കിച്ചൺ ട്രഷേഴ്സിന്റെ ഡെലിവറി വാനും കാര്യങ്ങളൊക്കെ സൈഡിൽ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ പ്ലക്കാർഡും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ പിള്ളേർ സെറ്റ് ഇവിടെ നിൽപ്പുണ്ട്. മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ടീം KBR ഉയരുന്ന ആ ഒരു പ്ലക്കാർഡിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ 1S ഫാമിലിയിലുള്ള കോക്ടെയിൽ ബാക്കിൽ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ കേൾപ്പിക്കുന്നില്ല, നിങ്ങൾ തന്നെ പോയി എക്സ്പ്ലോർ ചെയ്യുക. കാരണം എല്ലാം കൂടെ കേൾപ്പിച്ച് ഞാൻ വെറുതെ സസ്പെൻസ് ബ്രേക്ക് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ പോലീസുകാരനകത്തും ചെറിയ രീതിയിലുള്ള വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പിന്നെ മഴ പെയ്യുമ്പോൾ ഉള്ള ഇടിയുണ്ടല്ലോ, ആ ഇടിയുടെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ മിൽമയുടെ വണ്ടി കിടപ്പുണ്ട്. മിൽമയുടെ ഡെലിവറി വാൻ ഉണ്ട്. പിന്നെ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ ബാക്കിൽ കിടപ്പുണ്ട്. ഒരു കണ്ടെയ്നറും കൂടെ ഉണ്ടല്ലോ അവിടെ നിന്ന് വരുന്നുണ്ട്. കണ്ടെയ്നറിന്റെ മുകൾ വശം ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ ട്രെയിൻ, ഇവൻ എന്നെ ഇടിച്ചിടാൻ നോക്കുന്നു ഗൈസ്. എന്നെ ഇടിച്ചിട്ടവൻ കൊള്ളാമല്ലോ നീ. അവൻ എന്നെ ഇടിച്ച് തെറിപ്പിച്ച് ഗൈസ്. എന്താ അല്ലേ. അവന്റെ വണ്ടിയുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടെ. പൊയ്ക്കോ തൽക്കാലത്തേക്ക് ഞാൻ വെറുതെ വിട്ടേക്കുന്നു. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ ഒന്ന് നോക്കാം. അതിനുശേഷം നമ്മുടെ ട്രെയിനിൽ വരുത്തിയേക്കുന്ന ചേഞ്ചസ് നോക്കാം. അപ്പോൾ വണ്ടിക്കകത്ത് കുറേ പാസഞ്ചേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മാസ്ക് ഒക്കെ ധരിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു ആംബിയൻ ലൈറ്റിന്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ ട്രെയിൻ വന്നപ്പോഴേ ഞാൻ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് KBR ഈ ഒരു റൂട്ടിലുള്ള ട്രെയിനിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുമെന്ന്. അപ്പോൾ നമ്മുടെ ട്രെയിൻ എന്തായാലും വരാറായി, അങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ട്രെയിൻ എടുത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ ഒരു ഓറഞ്ച് ഡീസൽ ലോക്കോയുടെ ലിവറിയും കാര്യങ്ങളാണ് എഞ്ചിന് കൊടുത്തേക്കുന്നത്. പിന്നെ ICF ബ്ലൂ കോച്ചിന്റെ ലിവറിയാണ് ബാക്കിൽ. കുറച്ച് ചെളിയും അഴുക്കൊക്കെ പറ്റിയ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കോച്ചിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പഴയ മോഡൽ കോച്ചാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ സോളോ വോണോഗിരി റൂട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ട്രെയിനിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതാണ്ട് ഒരു ട്രെയിൻ അവിടെ നിന്ന് പോയിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ വലിയൊരു ആക്സിഡന്റ് നടന്നേക്കുവാണ്. ട്രെയിനൊക്കെ ഈ ഒരു വണ്ടികൾ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് പോയേക്കുന്നത്. പിന്നെ നല്ല അടിപൊളി മഴയും പെയ്യുന്നുണ്ട്. നല്ല അടിപൊളി കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മരങ്ങളൊക്കെ ഇരുന്ന് ആടുന്ന കണ്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രെയിൻ തേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ബ്ലൂ കളർ ലിവറിയാണ്. ഫുൾ AC കോച്ചുകളാണ്. അപ്പോൾ ഈ വണ്ടികളെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് മുമ്പേ പോയത്. അതുകൊണ്ട് അവിടെ പെട്രോളും കൊണ്ട് പോകുന്ന ടാങ്കർ ലോറിയൊക്കെ കിടപ്പുണ്ട്. എപ്പോൾ വേണമെങ്കിലും കത്തിപ്പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും സ്കൂട്ടാവാം. പിന്നെ ഈ ഒരു ട്രാഫിക് മോഡിനകത്ത് വരുന്ന എല്ലാ ലിവറീസും 4K ക്വാളിറ്റിയിലുള്ളതാണ്. പിന്നെ നല്ല അടിപൊളി ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വണ്ടി എതിരെ പോകുന്നതിൻ്റെ ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ മൈന്യൂട്ട് സാധനങ്ങളൊക്കെ കറക്റ്റ് എടുത്തറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് തന്നെ കളിക്കണം. വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് മതിലിൽ ഇതുപോലത്തെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ബിൽഡിംഗ് എഡിറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് അപ്പുറത്തെ സൈഡിലും ഇതുപോലത്തെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു കളറിലാണ് നമ്മുടെ മെട്രോ ട്രെയിൻ വരുന്നത്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് പെട്രോൾ പമ്പിലും കൂടെ കയറിയിട്ട് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ പെട്രോൾ പമ്പിൽ ആ ഒരു സൗണ്ടിനകത്ത് ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഇവിടെ വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പെട്രോൾ പമ്പുകളിലും ഇതുപോലെ ഒരു സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു സർപ്രൈസ്. ഇനി ഫ്യൂല് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വോയിസ് ഉണ്ടല്ലോ, അതിനെന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടുന്ന് ഡീസൽ അടിക്കാം. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഡീസലിനൊക്കെ വില കൂടി നിൽക്കുമല്ലേ, അപ്പം കുറച്ചടിക്കാം. ഡീസൽ 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 മച്ചാനത് പോരളിയാ. അപ്പോൾ ഗൈസ് നിങ്ങൾ കേട്ടല്ലോ, പിന്നല്ല. അപ്പോൾ ഗൈസ് നമ്മുടെ പെട്രോൾ പമ്പ് എല്ലാം ഇപ്പം ഇന്ത്യൻ ഓയിലിൻ്റെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ട്രാഫിക് മോഡ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഡൗൺലോഡ് ലിങ്ക് ആയിട്ട് ഞാൻ ഒരു വീഡിയോയുടെ ലിങ്കാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെത്തും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മുടെ ഡൗൺലോഡ് ലിങ്ക്, നമ്മുടെ ട്രാഫിക് മോഡിന്റെ ഡൗൺലോഡ് ലിങ്ക് കിടക്കുന്നത്. പിന്നെ ഗിയർ ഷിഫ്റ്റ് സൗണ്ട് ഫയലിന്റെ ഒരു ലിങ്കും കൂടെ കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇസലാർച്ചിയോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതിന്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള ഫയൽ മാനേജർ വഴിയോ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിംഗ് സൗണ്ടിന്റെ ആ ഒരു ഫയൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്.
നിങ്ങൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിൽക്കുക, എന്നിട്ട് ഡിവൈസ് മെമ്മറി ചൂസ് ചെയ്യുക, എന്നിട്ട് ആൻഡ്രോയിഡ് എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. അതിനുശേഷം OBBയിൽ com.malio.bus simulator ID. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു OBB ഫയൽ കിടക്കുന്ന കാണാം. ഇത് നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ റീനെയിം എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ നിൽക്കുക. എന്നിട്ട് ഇവിടെ കിടക്കുന്ന ഈ ഒരു സംഭവം ഫുള്ള് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. അതിനായിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്യുക, എന്നിട്ട് ഫുള്ള് സെലക്ട് ചെയ്യണം. എന്നിട്ട് കോപ്പി എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ നിങ്ങൾ നിൽക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ കിടക്കുന്ന ഈ ഒരു OBB ഫയൽ നിങ്ങൾക്ക് വേറെ എങ്ങോട്ടേലും സേഫായിട്ട് മൂവ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാം. ഞാൻ എൻ്റെ കേസിൽ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്തു. ഇനി എന്തോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിവൈസ് മെമ്മറി ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ നിങ്ങളുടെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ കാണും. അപ്പോൾ ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. എൻ്റെ കേസിൽ ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കേരള ട്രാഫിക് മോഡ് വേർഷൻ 5 എന്ന് പറഞ്ഞ ഈ ഒരു ഫയൽ കാണും. ഇത് സിപ്പ് ഫയലാണ്. അപ്പോൾ ഇത് എക്സ്ട്രാക്ട് ചെയ്യണം. അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഹിയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ആയി കിട്ടും. അപ്പോൾ ആ ഒരു ഫയലിൻ്റെ അതേ പേരിൽ മേളിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ്. അപ്പോൾ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു OBB ഫയൽ കാണാം. അപ്പോൾ ഈ ഒരു OBB ഫയൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. അതിന് ശേഷം കട്ട് അല്ലെങ്കിൽ കോപ്പി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് കട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഡിവൈസ് മെമ്മറിക്കകത്ത് ആൻഡ്രോയിഡിൽ OBBയിൽ com.malio.bus simulator ID. അപ്പോൾ അത് കട്ട് ചെയ്തോ അല്ലെങ്കിൽ കോപ്പി ചെയ്തോ ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു OBB ഫയലിൽ ലോങ് പ്രസ് ചെയ്യുക, റീനെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇത് ഫുള്ള് ബാക്ക് അടിച്ച് കളയുക, ഫുള്ള് ബാക്ക് അടിക്കുക. അതിനുശേഷം ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം പേസ്റ്റ് എന്നും പറഞ്ഞ ഓപ്ഷൻ നിൽക്കുക, എന്നിട്ട് OK കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ കേരള ട്രാഫിക് മോഡിൻ്റെ കാര്യം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് സൗണ്ട് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ഡിവൈസ് മെമ്മറി ചൂസ് ചെയ്യുക. നമ്മുടെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ നമ്മൾ ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് സൗണ്ട് ഡൗൺലോഡായി കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഫയൽ നിങ്ങൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുക, എന്നിട്ട് എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുക. അപ്പം ആ ഒരു ഫയലിൻ്റെ അതേ പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി കിട്ടും. ആ ഒരു ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 2 ഫോൾഡർ ഉണ്ട്, ഗിയർ ഷിഫ്റ്റും നോ ഗിയർ ഷിഫ്റ്റും. അപ്പോൾ ഗിയർ ഷിഫ്റ്റിനകത്ത് കിടക്കുന്ന ഫയൽ എടുത്ത് നമ്മൾ OBBക്കകത്ത് ഇടുകയാണെങ്കിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് സൗണ്ട് കിട്ടും. ഇനി അഥവാ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡറിനകത്ത് കിടക്കുന്ന ആ ഒരു ഫയൽ എടുത്ത് OBBക്കകത്ത് ഇടുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിനകത്ത് ഗിയർ ഷിഫ്റ്റിംഗ് സൗണ്ട് മാറി കിട്ടും. അപ്പോൾ നോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു സെപ്പറേറ്റ് ഫയൽ തന്നത് എന്തായാലും നന്നായി. അപ്പോൾ ആ ഒരു സൗണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫയൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് OBB ഫയൽ വേറെ കോപ്പി ചെയ്ത് ബാക്കപ്പ് ആയിട്ട് വെക്കേണ്ട ഒക്കെ ആവശ്യം വന്നേനെ. ഇതാകുമ്പോൾ ജസ്റ്റ് ആ ഒരു ഫയൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് സൗണ്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തൊരു ഫയൽ കാണാം. അപ്പോൾ ആ ഒരു ഫയൽ നിങ്ങൾ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് കോപ്പി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ നിൽക്കുക. കോപ്പി ചെയ്തിട്ട് ഡിവൈസ് മെമ്മറി ചൂസ് ചെയ്യുക. ഡിവൈസ് മെമ്മറിക്കകത്ത് ആൻഡ്രോയിഡിനകത്ത് OBBയിൽ com.malio.bus simulator ID. എന്നിട്ട് ഈ ഒരു OBB ഫയൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം അസറ്റ്സിനകത്ത് ബിന്നിനകത്ത് ഡാറ്റ, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ആ ഒരു പച്ച സിമ്പിളിനകത്ത് കൊടുത്താൽ പേസ്റ്റ് ആയി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ള കാര്യം, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗെയിമിനകത്ത് നമ്മുടെ ട്രാഫിക് മോഡ് ആഡ് ആയിട്ടുണ്ട്, ഗിയർ ഷിഫ്റ്റിംഗ് സൗണ്ടും ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഒന്ന് ചോദിച്ചാൽ മതി. ഇൻസ്റ്റയുടെ അക്കൗണ്ടിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് എല്ലാം ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് എത്തുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് ഓൾ ആക്കി ഇടുക. എന്നാൽ മാത്രമേ ഇനി ഞാൻ അങ്ങോട്ട് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. സോ ഗൈസ് ടിൽ ദെൻ ബൈ ബൈ.